ഭംഗിയുണ്ടല്ലേ? നിഹാൽ ചോദിച്ചു. ഒരേ കളർ ഡ്രസ്സും ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയല്ലേ, അതാ. ഇയാൾ ഇൻസ്റ്റയിലുണ്ടോ? നിഹാൽ ചോദിച്ചു. ഫോൺ പോലും ഇല്ല, അപ്പോഴാ ഇൻസ്റ്റ. ഓ മൈ ഗോഡ്, ഫോൺ പോലും ഇല്ലാത്ത പെൺകുട്ടി ഇക്കാലത്തോ? ദാറ്റ്സ് ഫാൻറ്റാസ്റ്റിക്. കിങ്ങിണി ഒന്ന് ചിരിച്ചു. അവർ രണ്ടാളും കൂടെ വീട്ടിലേക്ക് എത്താറായപ്പോൾ നിഹാൽ അവളുടെ മുന്നിൽ കയറി അവൾക്ക് അഭിമുഖമായി നിന്നു. എടോ, ഞാനങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് കമ്പനി ആവാറില്ല. എന്നാലും തൻ്റെ കമ്പനി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചോദിക്കുക. നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം. നിഹാൽ അവൾക്ക് നേരെ കൈനീട്ടി. കിങ്ങിണി കുസൃതിയോടെ അവനെ ഒന്ന് നോക്കി. പേടിക്കണ്ട, ലൈഫ് ലോങ് ഉണ്ടാകും കൂടെ, നിഹാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കൈകൊടുപ്പിൽ അവർ രണ്ടാളും വിചാരിച്ചു കാണില്ല തുടങ്ങാൻ പോകുന്നത് ഒരു യുദ്ധമാണെന്ന്. കിങ്ങിണി ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു. അവർ രണ്ടാളും കൂടെ ഓരോന്നൊക്കെ സംസാരിച്ച് വീട്ടിലെത്തി. ഇതേസമയം കൃഷ്ണപ്രസാദ് മകൾക്ക് വേണ്ടി തിരുമേനി പറഞ്ഞ വഴിപാടുകൾ നടത്തുകയായിരുന്നു. എല്ലാം ഭംഗിയായി വരണേയെന്ന് എല്ലാവരും മനമുരുകി പ്രാർത്ഥിച്ചു. വൈകുന്നേരമാകാറായപ്പോൾ തിരുമേനി കൃഷ്ണപ്രസാദിനെ വിളിച്ചു. ഹലോ കൃഷ്ണപ്രസാദേ. പറയൂ തിരുമേനി. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. കിങ്ങിണി മോളുടെ ജാതകവുമായി നന്നായി ചേരുന്ന ഒരു ജാതകം കിട്ടിയിരിപ്പുണ്ട്. 10ൽ 10 പൊരുത്തവും ഉണ്ട്. ഞാൻ കുട്ടിയുടെ ഫോട്ടോ അവരെ കാണിച്ചു. അവർ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ വിവാഹം നടത്തണം. കാരണം ചെക്കൻ 6 മാസം കൂടെ കഴിഞ്ഞാൽ പിന്നെ വിവാഹം നടത്താൻ പറ്റുന്ന സമയമല്ല. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വേഗത്തിലായിക്കോട്ടെ. ശരി തിരുമേനി, നാളെ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് വാ. ചെക്കൻ്റെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. ശരി തിരുമേനി, നാളെ തന്നെ എത്താം. അത്രയും പറഞ്ഞ് തിരുമേനി ഫോൺ വെച്ചു. അറിഞ്ഞത് സന്തോഷ വാർത്തയാണെങ്കിലും ഉള്ളിലൊരു നോവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്ങനെ കിങ്ങിണി അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം എല്ലാവരിലും ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം നടത്തണമെന്ന നിലയ്ക്ക് തന്നെ എല്ലാവരും തീരുമാനമെടുത്തിരുന്നു. അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞ് ഫൈസലും നിഹാലും കൂടെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരുന്നു. തിരികെ വന്നത് രാത്രിയായപ്പോഴായിരുന്നു. വൈകിട്ട് അത്താഴം കഴിക്കുമ്പോൾ ഫാത്തിമയോട് നാളെ രാവിലെ 8 മണിക്ക് റെഡിയായി നിൽക്കണം, ഡ്രസ്സ് എടുക്കാൻ പത്തനംതിട്ടയ്ക്ക് പോകണമെന്ന് ഫൈസൽ പറഞ്ഞു. കിങ്ങിണിയോടും അവനത് ആവർത്തിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. ഫാത്തിമ ഭാവി പുയ്യാപ്ലയുമായി സൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിങ്ങിണി ഇറങ്ങി പുറത്തേക്ക് പോയി. ഫൈസലാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തോ തിരക്കിട്ട പണിയിലായിരുന്നു. നിഹാൽ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. കിങ്ങിണി ബാൽക്കണിയിൽ വന്ന് അരപ്ലേസിൽ കയറിയിരുന്നു. മാനത്ത് നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ നോക്കിയിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഒരു നോട്ടം നിഹാലിന് നേരെ പാറി വീണപ്പോൾ അവൾ മേഘയെക്കുറിച്ച് ഓർത്തു. അവളിപ്പോൾ വല്ല ചെക്കന്മാരെയും വായി നോക്കി അമ്പലപ്പറമ്പിൽ കൂടെ നടക്കുകയാവും. അവൾ കരള് വരട്ടുമെന്ന് പറഞ്ഞു പോയ ആളാണെങ്കിൽ ഇവിടെയും വല്ലാത്ത നഷ്ടമായി പോയലോടി മേക്കപ്പെണ്ണേ നിനക്ക്. കിങ്ങിണി ഓരോന്നാലോചിച്ച് ചിരിച്ചു. ഹലോ, ഉറക്കമൊന്നുമില്ലേ? നിഹാലിൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ഉറക്കം വന്നില്ല. എന്താ ഓർത്ത് ചിരിച്ചത്? ഒന്നുമില്ല, എന്തോ ഉണ്ട്, പറയുന്നേ. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തിനാ ഇങ്ങനെ ഒളിച്ചു കളി? പറയടോ. കിങ്ങിണി ചിരിച്ചുകൊണ്ട് മേഘ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് മിസ്സായി പോയല്ലോ ഒരു പ്രേമം. തൻ്റെ കൂട്ടുകാരി എങ്ങനെ, തന്നെ പോലെ സുന്ദരിയാണോ? ആക്കിയതാണല്ലേ? കിങ്ങിണിൻ്റെ ചോദ്യം കേട്ട് അവനൊന്ന് ചിരിച്ചു. നിങ്ങൾ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ പലതും തോന്നും. അത് അങ്ങനെ ഒരു സ്റ്റേജാണ്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞേക്ക് ഈ കരൾ വരട്ടി തിന്നാൻ നിൽക്കണ്ട എന്ന്. എന്തേ? വീട്ടുകാരെന്നെ പൂട്ടാൻ തീരുമാനിച്ചു. എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. നിഹാലിൽ നിന്ന് അത് കേട്ടപ്പോൾ കിങ്ങിണിയുടെ മുഖം മങ്ങി. എങ്കിലും അവളത് പുറത്ത് കാട്ടാതെ ഒരു ചിരി മുഖത്ത് വരുത്തി. ഇന്നിപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞതാ, അതാ ഞാൻ ഫോൺ ചെയ്തുകൊണ്ട് നിന്നത്. ഒരുപാട് നാളായി വീട്ടുകാർ പറയുന്നു. ഞാൻ ചുമ്മാ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്നു. എത്രയാന്ന് വെച്ചാൽ ഒഴിഞ്ഞു മാറുക. ചേച്ചിയുടെ പേരെന്താ? അറേഞ്ച്ഡ് ആണോ? അറേഞ്ച്ഡ്. പേരൊന്നും അറിയില്ലടോ. അതൊക്കെ കെട്ടിക്കഴിയുമ്പോൾ അറിഞ്ഞാൽ മതി എനിക്ക്. അതെന്താ? അതങ്ങനെയാ. ഫോണിൽ ഓരോ ഫോട്ടോയായി തിരിയുന്ന സമയത്ത് നിഹാൽ അവൻ്റെ കുടുംബത്തെ കിങ്ങിണിക്ക് പരിചയപ്പെടുത്തി. പിന്നെ ചഞ്ചല, തൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഏട്ടത്തിമാർ വിളിച്ചിരുന്നു. അവരൊക്കെ ഞെട്ടിപ്പോയി തന്നെ എന്നെയും കൂടെ കണ്ടപ്പോൾ. കിങ്ങിണി ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടിരുന്നു. ഞാൻ കല്യാണം വിളിച്ചാൽ ഇയാൾ വരുമോ? വരാലോ. ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ, ഉറക്കം വരുന്നുണ്ട്. ശരി. നിഹാലിനോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു ഭാരം നിറഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു. കണ്ണൊക്കെ ചൂട് പിടിച്ച് കരയാൻ തയ്യാറാകും പോലെ. മുറിയിൽ ചെന്നപ്പോൾ ഫാത്തിമ അവിടെ ഇല്ല. അവൾ പുറത്തു പോയി നിന്ന് സംസാരിക്കുകയാകുമെന്ന് കിങ്ങിണി ഊഹിച്ചു. കിങ്ങിണി ഒന്നും മിണ്ടാതെ ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് കിടന്നു. ആ ചേട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചതാ.
വെറുതെ ഞാൻ ഓരോ പൊട്ടത്തരങ്ങൾ മനസ്സിലോർത്ത് നടന്നു. എനിക്കിത് എന്ത് കുന്തമാണ് എൻ്റെ ദൈവമേ പറ്റിയത്. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തിനിങ്ങനെ കരയണേ. ഉള്ളിൽ തികട്ടി വന്ന സങ്കടക്കടൽ മുഴുവൻ അവൾ തലയിണയിലേക്ക് ഒഴുകി വിട്ടു. ഇനി ആ ചേട്ടനുമായിട്ട് ഒരു കൂട്ടും വേണ്ട, അത് ശരിയാവില്ല. കിങ്ങിണി വീണ്ടും എന്തൊക്കെയോ ആലോചിച്ച് കിടന്നു. ആഹാ, നീ കടന്നോ? ഫാത്തിമ മുറിയിലേക്ക് വന്നപ്പോൾ കിങ്ങിണി ഉറങ്ങുന്നത് പോലെ കണ്ണടച്ച് കിടന്നു. കിങ്ങിണിയുടെ അനക്കമൊന്നുമില്ലാതെ വന്നപ്പോൾ അവളും ഒന്നും മിണ്ടാതെ കിങ്ങിണിയുടെ അടുത്ത് പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ നിഹാൽ നേരത്തെ എഴുന്നേറ്റു. വീട് മാറി കിടന്നതുകൊണ്ട് ഉറക്കമത്ര വെടിപ്പായില്ല. അവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഒരു വായിക്കോട്ടയൊക്കെ വിട്ട് കയ്യും കെട്ടി പുറത്തേക്ക് നോക്കി നിന്നു. തളം കെട്ടി നിന്നും നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ കർണവടത്തിൽ തളച്ചു കയറിയ കൊലുസിൻ്റെ ശബ്ദം കേട്ട് അവൻ കണ്ണെത്തിച്ചു നോക്കി. കുളി കഴിഞ്ഞ് ഈറനോടെ തലയിൽ തുവർത്ത് ചുറ്റിക്കൊണ്ട് നടന്നു വരുന്ന കിങ്ങിണിയെ കണ്ട് അവൻ്റെ മുഖം വിടർന്നു. ധാവണിത്തുമ്പൽ കഴുത്തിൽ പറ്റിയിരുന്ന വെള്ളത്തുള്ളികൾ തുടച്ച് കിങ്ങിണി നോക്കിയപ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന നിഹാലിനെയാണ് കണ്ടത്. അവൾ ആ നോട്ടത്തിലൊന്ന് പതറിയെങ്കിലും ഒന്നും മിണ്ടാതെ പോകാനുള്ള പ്ലാനിലായിരുന്നു. ഗുഡ് മോർണിംഗ് മാഡം, നിഹാൽ പറഞ്ഞു. അവളൊരു പുഞ്ചിരി മാത്രം സമ്മാനിച്ച് അവൻ്റെ അരികിൽ നിന്ന് പോയി. ഇവളെന്താ ഒന്നും മിണ്ടാതെ പോയത്? നിഹാൽ അതും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഫൈസൽ വന്ന് അവനോടും റെഡിയാകാൻ പറഞ്ഞത്, ഡ്രസ്സ് എടുക്കാൻ പോകാൻ. കിങ്ങിണി കഴിവതും നിഹാലിനെ കാണാതെ ഒളിച്ചു നടക്കാൻ ശ്രമിച്ചു. അവനെ പുറത്ത് കണ്ടാൽ അവൾ ആ വഴി പോകില്ല. ഇനി അഥവാ കണ്ടിട്ടെന്തെങ്കിലും ചോദിച്ചാൽ ഒരു ചിരിയിൽ അവളെല്ലാം ഒതുക്കി നിർത്തും. ഇതൊക്കെ നിഹാൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നപ്പോൾ നിഹാൽ അവളെ അടുത്തിരുന്ന് കഴിക്കാൻ വിളിച്ചു. എങ്കിലും അവളത് സ്നേഹത്തോടെ തന്നെ തിരസ്കരിച്ചു. ഇവൾക്കിത് എന്തു പറ്റി? ഇന്നലെ രാത്രി വരെ നല്ല കമ്പനിയായിട്ടിരുന്നതല്ലേ, പെട്ടെന്ന് എന്താ? ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ. നിഹാൽ ഓരോന്നൊക്കെ മനസ്സിലാലോചിച്ചു. ഡാ, നീ റെഡിയായോ? ഫൈസലിൻ്റെ ശബ്ദമാണ് അവനെ ആലോചനയിൽ നിന്നും ഉണർത്തിയത്. ആ, എന്താടാ, നീ ഇത് ഏത് ലോകത്താ? പോവാം നമുക്ക്. ഡാ, ഈ കാറിൻ്റെ കീ പിടിക്കുക. നീയും പാത്തുവും കിങ്ങിണിക്കുട്ടിയും കൂടി നേരെ വിട്ടോ ടെക്സ്റ്റൈൽസിലേക്ക്. അപ്പോൾ ഞാൻ ബാക്കി പെൺപിടങ്ങളെ എല്ലാം കൂട്ടി അങ്ങോട്ടേക്ക് വന്നോളാം, ഇല്ലെങ്കിൽ നിങ്ങളിൽ ലേറ്റാവും. ശരി. നിഹാൽ കാർ എടുത്ത് തിരിച്ചിട്ടു. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു. ഫോണിലെന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്നു. അറിയാതെ കണ്ണൊന്ന് ഉമ്മറത്തേക്ക് നീങ്ങിയപ്പോൾ ഒരു നീല ചുരിദാറുമിട്ട് മുടി മെടഞ്ഞു കെട്ടി ഓടിയിറങ്ങി വന്ന കിങ്ങിണിയെയാണ് കണ്ടത്. പുറകെ ഫാത്തിമയുമുണ്ട്. യാത്രയിലുടനീളം ഫാത്തിമ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. കിങ്ങിണിയാണെങ്കിൽ കയ്യും കെട്ടി പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. നിഹാൽ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അവൾ ഒഴിഞ്ഞു മാറുകയാണെന്ന് തോന്നിയപ്പോൾ അവനും ഒന്നും മിണ്ടാൻ പോയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ കിങ്ങിണി മോശമായി ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇവളിങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിനാ? എന്തേലും കാര്യം ഉണ്ടായിട്ടാണെങ്കിൽ വേണ്ട, ഇത് ചുമ്മാ ആളെ വടിയാക്കുന്നു. നിഹാലിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ ആ ദേഷ്യം മുഴുവനും വണ്ടിയിൽ പ്രകടിപ്പിച്ചു തുടങ്ങി. വണ്ടിയുടെ സ്പീഡ് വല്ലാതെ കൂടുന്നതുപോലെ കിങ്ങിണിക്ക് തോന്നി. തോന്നലെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല അവൾക്ക്. എതിരെ വരുന്ന KSRTCക്ക് നേരെ അവൻ കുതിച്ചു പാഞ്ഞപ്പോൾ കിങ്ങിണി കണ്ണുകൾ ഇറുകി അടച്ചുപോയി. അറിയാതെ അവളുടെ വലം കൈ നിഹാലിൻ്റെ കൈത്തണ്ടയിൽ അമർന്നു. ഫാത്തിമ ഇതൊന്നും അറിയാതെ ഫോണിൽ തന്നെയായിരുന്നു. ഭയന്ന് വിറച്ചുള്ള കിങ്ങിണിയുടെ മുഖത്തേക്ക് നിഹാൽ നോക്കിയപ്പോൾ അവൾ പതിയെ പോകാമോ എന്ന് ചോദിക്കുകയാണെന്ന് അവന് വ്യക്തമായി. അവൾക്ക് നേരെ ദേഷ്യത്തിൻ്റെ 1000 അമ്പുകൾ ഒന്നിച്ചെയ്ത് അവൻ ഗിയറു മാറ്റി. വീണ്ടും അവളുടെ കൈയുടെ പിടുത്തം മുറുകി. കണ്ണിൽ നനവിൻ്റെ ജലകണങ്ങൾ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളും പിടച്ചു കാണണം. അവളുടെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ കാറിൻ്റെ സ്പീഡ് കുറച്ചു. 1-2 തവണ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം അടുത്തിടപഴകിയിട്ട് ഉണ്ട്. അതിൽ കൂടുതൽ ഒരു ബന്ധവും എനിക്ക് കിങ്ങിണിയോടില്ല. പിന്നെന്തിനാണ് അവൾ എന്നോട് ഒരു വാക്കും മിണ്ടാതെ പോകുമ്പോൾ, എനിക്ക് കരുതൽ നൽകാതെ എന്നെ നോക്കാതെ പോകുമ്പോൾ എല്ലാം എൻ്റെ നെഞ്ചിങ്ങനെ പിടഞ്ഞു പോകുന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ ഇത്രയേറെ നെഞ്ചിലേക്ക് ആവാഹിക്കുന്നത്? പേരറിയാത്ത ഈ വികാരം, അതിനെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം? ഇങ്ങനെയൊരു അവസ്ഥ തൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമാണ്. നിഹാലിൻ്റെ ചിന്തകൾ എവിടെയൊക്കെയോ അലങ്ങി തിരിഞ്ഞു നടന്നു. അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് കണ്ടെത്തുക അവന് പ്രയാസം തന്നെയായിരുന്നു. മനസ്സാഴക്കടൽ പോലെ സങ്കീർണമാകുന്നത് അവനറിഞ്ഞു. കാർ ടെക്സ്റ്റൈൽസിന് മുന്നിൽ നിർത്തി കിങ്ങിണിയെയും ഫാത്തിമയെയും അവനിറക്കി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഫൈസൽ എത്തിയിരുന്നു. അവനും കാർ പാർക്ക് ചെയ്ത് വരെ നിഹാൽ അവിടെ തേങ്ങി നിന്നു. എന്താടാ നിൻ്റെ മുഖം വല്ലാതെ? ഫൈസൽ ചോദിച്ചു. ഒന്നുമില്ലടാ, എനിക്കെന്തോ ഒരു വല്ലായിക പോലെ. എന്താടാ, ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ? വേണ്ടടാ, ഞാൻ ഓക്കെയാണ്. എങ്കിൽ വാ. അവർ രണ്ടാളും കൂടെ ടെക്സ്റ്റൈലിലേക്ക് കയറിപ്പോയി. ആദ്യം തന്നെ ഫാത്തിമയ്ക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എടുത്തു.
മജന്ത നിറമുള്ള സ്റ്റോൺ വർക്ക് ചെയ്ത ലെഹങ്കയായിരുന്നു എടുത്തത്. മൈലാഞ്ചി കല്യാണത്തിനുള്ള ഡ്രസ്സ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്യുകയാണ്. കിങ്ങിണിയുമുണ്ട് എല്ലാത്തിനും അവളുടെ കൂടെ. കിങ്ങിണിക്കുള്ള ഡ്രസ്സ് ഫാത്തിമ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു നേരത്തെ. അവളോട് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞാൽ അവൾ എടുക്കില്ലെന്ന് ഫാത്തിമയ്ക്കറിയാം. കിങ്ങിണിക്കുട്ടി, എൻ്റെ ബാഗ് കാറിലായിപ്പോയി, മോൾ അതൊന്നും എടുത്തുകൊണ്ട് വരാമോ? ഫാത്തിമ ചോദിച്ചു. കിങ്ങിണി പതുക്കെ അവിടെ നിന്നും ഇറങ്ങി കാറ് തുറക്കാൻ ഫൈസലിനെ അന്വേഷിച്ച് നടന്നു. എന്താണ് മണ്ടു ഇതിലെ നടക്കുന്നത്? ഫൈസൽ അവളെ കണ്ടപ്പോൾ ചോദിച്ചു. കാറിൻ്റെ താക്കോൽ വരാവോ? ഇത്തയുടെ ബാഗ് എടുക്കാൻ വേണ്ടിയാ. താക്കോൽ നിഹാലിൻ്റെ കയ്യിലാണല്ലോ. നിഹാലെ, ഫൈസൽ വിളിക്കുമ്പോൾ നിഹാൽ ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു. ആ കോളിൽ നിന്നുകൊണ്ട് തന്നെ നിഹാൽ എന്തായെന്ന് കൈകൊണ്ട് ചോദിച്ചു. നീ ഇവളുടെ കൂടെ ഒന്ന് ചെല്ല്, കാറ് തുറക്കണമെന്ന് ഫൈസൽ പറഞ്ഞു. നിഹാൽ ഒന്നും മിണ്ടിയില്ല. അവളെ നോക്കുക പോലും ചെയ്യാതെ അവൻ പുറത്തേക്കിറങ്ങി പാർക്കിങ്ങിലേക്ക് നടന്നു. അവൻ സ്പീഡിൽ നടന്നപ്പോൾ അവൻ്റെ ഒപ്പം എത്താൻ കിങ്ങിണി നന്നേ പാടുപെട്ടു. നിഹാൽ പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ കോള് കട്ട് ചെയ്തു. എന്തിനാ നിന്റെ കൂടെ വരാൻ അവൻ പറഞ്ഞത്? നിഹാലിൻ്റെ സ്വരം ഉയർന്നപ്പോൾ അവൾ ശരിക്കും ഭയന്നു. ഫാത്തിമത്തയുടെ ബാഗ് എടുക്കാൻ. നിഹാൽ വേഗം കാറിൻ്റെ അടുത്തേക്ക് നടന്നു. കാറിൻ്റെ ലോക്ക് അഴിച്ചു. കിങ്ങിണി ബാക്ക് ഡോർ തുറന്ന് ബാഗ് എടുത്തു. പെട്ടെന്ന് നിഹാൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കോ ഡ്രൈവർ സീറ്റിൻ്റെ ഗ്ലാസ്സിൽ അവൻ കൈ തട്ടി അവളെ വിളിച്ചു. കിങ്ങിണി ഡോറ് തുറന്നതും നിഹാൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റി. അവൾ ഇറങ്ങാൻ ശ്രമിച്ചതും അവൻ ഡോറ് വലിച്ചടച്ച് ലോക്ക് ചെയ്ത് സീറ്റ് ബെൽറ്റ് വിട്ടു. ഞാൻ പറയാതെ നീ അനങ്ങിപ്പോരുത്, കുറേ നേരമായി തുടങ്ങിയിട്ട്, നിഹാൽ ദേഷ്യത്തോടെ ശബ്ദമുയർത്തി പറഞ്ഞു. കിങ്ങിണി അവൻ്റെ ആ സമീപനത്തിൽ ആകെ ഭയന്നുപോയി. നിഹാൽ കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പറപ്പിച്ചു വിട്ടു. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി. നിഹാലേട്ടാ, നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നേ? കിങ്ങിണി പരിഭ്രമം കൊണ്ട് ചോദിച്ചുപോയി. മിണ്ടരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്? നിഹാൽ അവൾക്ക് നേരെ ദേഷ്യപ്പെട്ടു. പിന്നെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്ന് ഞാൻ അറിയണ്ടേ? അവൻ പറയുന്നത് കേട്ട് ചഞ്ചലയ്ക്കും ദേഷ്യം ശരിക്കും വന്നു. എന്തായാലും നിന്നെ കൊല്ലാൻ കൊണ്ടുപോയല്ല, അതോർത്ത് പേടിക്കണ്ട. എന്തിനിത്ര സ്പീഡിൽ പോകുന്നേ? എങ്ങോട്ട് പോകുന്നെന്ന് പറ. നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു. നിഹാൽ കലിതുള്ളി കാറ് വീണ്ടും പറപ്പിച്ചു വിട്ടു. എനിക്ക് വീട്ടിൽ പോകണമെന്ന്. വീട്ടിൽ നമ്മൾ പോകും ഒന്നിച്ച്. പക്ഷെ അതിനു മുൻപ് ഞാൻ ചോദിക്കുന്നതിന് നീ എനിക്ക് മറുപടി തരണം. അതുവരെ നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്തായാലും നിന്നെ കൊല്ലാനോ റേപ്പ് ചെയ്യാനോ ഒന്നും കൊണ്ടുപോകല്ല. അത്രയ്ക്ക് ചെറ്റയല്ല നിഹാൽ വർമ്മ. മുറിഞ്ഞു പൊന്തിയ ദേഷ്യം പറ്റുന്ന അത്രയും അടക്കി പിടിച്ച് നിഹാൽ അത് പറഞ്ഞു നിർത്തി. ബാഗ് എടുക്കാൻ പോയ കിങ്ങിണിയെയും നിഹാലിനെയും കാണാതെ ഫൈസൽ നിഹാലിനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു. പാർക്കിങ്ങിൽ പോയി നോക്കിയപ്പോൾ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരും ഫൈസലിൻ്റെ കോള് കണ്ടതും കിങ്ങിണി കോൾ എടുക്കാൻ വേണ്ടി നിഹാലിൻ്റെ ഫോണിൽ പിടുത്തമിട്ടു. പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം, മിണ്ടാതെ എവിടെ ഇരുന്നോണം, ഇല്ലെങ്കിൽ കണ്ണടിച്ച് പൊട്ടിക്കും. കിങ്ങിണി എടുത്ത് നിഹാലിൻ്റെ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അവൻ മേടിച്ചു. ഹലോടാ, നിങ്ങളിത് എവിടെയാ? ഞങ്ങളിവിടെ അടുത്ത് തന്നെയുണ്ട്, പേടിക്കണ്ട, ഉടനെ വരാം. അത്രയും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. വണ്ടി നിർത്താൻ. കിങ്ങിണിയുടെ കണ്ണിലും കോപം കത്തി ജ്വലിച്ചു. നിഹാൽ വണ്ടി നിർത്താതെ വീണ്ടും പോയപ്പോൾ കിങ്ങിണി പറഞ്ഞു, വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പം ചാടും. കിങ്ങിണി ഡോറ് തുറക്കാൻ മുതിർന്നതും നിഹാൽ വണ്ടി ചവിട്ടി നിർത്തി. ആൾതാമസമില്ലാത്ത ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഇരുനില വീടിൻ്റെ മുറ്റത്താണ് അവൻ വണ്ടി നിർത്തിയത്. പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ കിങ്ങിണി പിന്നോട്ടിരുന്നു. അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി വന്നു. ഭയവും അതിനൊപ്പം ദേഷ്യവും. അവൾക്ക് ആദ്യമായി നിഹാലിനോട് ദേഷ്യം തോന്നി.